ഹലോ, റഷീനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വയ്യായിയൊക്കെ മാറി കുറച്ച് ഉഷാറായി വരുന്നുണ്ട്, അൽഹംദുലില്ലാ. മൊത്തം മാറിയിട്ടില്ല, ഇടങ്ങേറുകള് പ്രയാസങ്ങളുണ്ട്, എന്നാലും കുറച്ച് ഭേദമുണ്ട്. നല്ല ഹെൽത്ത് നല്ല ഡൗൺ ആയിരുന്നു കേട്ടോ. അതായത് ഒന്ന് എണീറ്റ് അങ്ങോട്ട് നിൽക്കുമ്പോഴേക്കും ഒന്ന് വീഴാൻ പോകുന്ന പോലെ തോന്നുക. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുപോലെ നമ്മൾ പെട്ടെന്നൊന്ന് മുകളിലോട്ട് നോക്കുമ്പോ അങ്ങനെ അങ്ങോട്ട് തലചിറ്റ, അപ്പൊ നല്ല ഇടങ്ങേറും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്നൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് റംസാൻ 1 ഇവിടെ ഷനുക്കാക്ക് നോമ്പുണ്ട്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഷനുക്ക നോമ്പെടുക്കുമ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ മുടക്കണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കണമെങ്കിൽ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു. അപ്പൊ ഇക്ക അറിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുക്കാന്ന് പറഞ്ഞ്. അപ്പൊ എടുക്കുന്നുണ്ട്. കണ്ണാട അത് ഗ്ലാസ്സിൽ കൂടെ ലൈറ്റ് അടിച്ചിട്ട് ഒരു ക്ലിയർ കിട്ടുന്നില്ല. ഫോണ് പ്രശ്നമുണ്ട്, ഡിസ്പ്ലേ ഒരിക്കൽ നേരാക്കിയ പിന്നെ ഫോണ് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ എന്താ, ഇക്കാക്ക് നോമ്പുണ്ട്, അൽഹംദുലില്ലാ. ഇപ്പൊ ഉച്ച കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. ചെറിയ ക്ഷീണം പോലെ തോന്നുന്നുണ്ട്. പൊതുവെ ഒരു നേരം പോലും ആള് ഭക്ഷണം കഴിക്കാതെ ഇരിക്കില്ല, അങ്ങനെ ഒരു പ്രകൃതാണ്. ഭക്ഷണം കഴിക്കാതെ ആൾക്ക് പറ്റില്ല. അപ്പൊ അൽഹംദുലില്ലാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇതാ പൊന്നൂസ് വന്നിട്ടുണ്ട്. ഇവിടെ പൊന്നീസ് കളിക്കാന് പോയിട്ട് വരികയായിരുന്നു. ഇവിടെ ഉച്ച പകലെന്നൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ ഔട്ട് ഏരിയ അല്ലേ, വില്ലേജ് ഏരിയ അല്ലേ. അപ്പൊ നല്ല സന്തോഷാട്ടോ അവർക്ക് പോയി കളിക്കാനും ഒക്കെ സന്തോഷമുണ്ട്. അപ്പൊ ഇതാ ഇക്ക എണിച്ച് വന്നിട്ടുണ്ട്, നോമ്പുള്ള ആളിതാ എണിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ഇക്ക വന്നിട്ടുണ്ട്. ക്ഷീണിച്ചിട്ടിക്ക, മുഖക്ക് ക്ഷീണുണ്ട് അല്ലേ? ക്ഷീണല്ലേ? എന്തായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പൊ പിന്നെ എന്താ പറയാ, ഫുള്ള് നോമ്പെടുത്ത് നോക്കാന്നൊരു പ്രതീക്ഷ ഈ നേരം വരെ എത്തി. അപ്പൊ ഇക്ക എന്തായാലും പുറത്തൊന്നും പോണില്ലല്ലോ, അപ്പൊ നോമ്പ് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാന് അധികം മുടക്കണ്ട, നമ്മളായിട്ട് ഇനി മുടക്കണ്ട, നോമ്പ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് കുഴപ്പമില്ല, ഇക്കൊക്കെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതാ ഉഷാറായിരിക്കുന്നുണ്ട്. കുഞ്ഞു പോയി, അവളുടെ കാര്യം നോക്കി പോയി. അവർക്ക് കളിക്കൽ തന്നെ. അപ്പൊ എല്ലാവർക്കും എന്റെയും ഇക്കാടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും പേരില് റംസാൻ ആശംസിക്കുന്നു. നല്ലൊരു റംസാൻ ആവട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അതിനെല്ലാം പടച്ച റബ്ബ് പുറത്തു തരട്ടെ. ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആയില് ഞങ്ങൾ ഉണ്ടാവണം, ഞങ്ങളുടെ ദുആയില് നിങ്ങൾ എല്ലാവരെയും കൂട്ടാം. അപ്പോ നിങ്ങൾ ആരും മറക്കരുത്, ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെ കൂട്ടാൻ മറക്കരുത്. പ്രത്യേകം പ്രാർത്ഥിക്കുക, ഇക്കാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഇപ്പോ എന്താ പറയാ, ഒരു പൈസന്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വേഗം ഒരാൾക്ക് പോയി ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഒരു അസുഖം വരുന്ന അവസ്ഥ, അത് വല്ലാത്ത വിഷമാണ്. അതും ഇങ്ങനെയുള്ളൊരു അസുഖം, അതായത് വേദനിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു അസുഖം വന്നാൽ അത് വല്ലാത്ത വിഷമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക്, അനുഭവിച്ച് അറിഞ്ഞവർക്ക്, അല്ലെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് വന്നിട്ട് നമ്മൾ കൂടാതും ഇതായി നടക്കുന്ന അങ്ങനെയുള്ളവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും. നല്ല വിഷമമുള്ള കാര്യമാണത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ആർക്കും പടച്ചോൻ കൊടുക്കാതിരിക്കട്ടെ. അസുഖങ്ങളെ ചൊല്ലി ആരും കഷ്ടപ്പെടാതിരിക്കട്ടെ. അത്രയല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വരുന്നതെല്ലാം അനുഭവിക്കുക, അത്രമാത്രം. വരുന്നത് അനുഭവിക്കല്ല, അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥിക്കുക, ആർക്കും ഒന്നും ഇല്ലാതിരിക്കട്ടെ. അടുത്ത റമദാൻ ആവുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയായി, ഇന്ത്യക്കാട് എല്ലാം ഓക്കെ ആയി. ആ ട്യൂമറൊന്നും ഇനി വലുതാവാതെ സന്തോഷത്തോടെ റംസാനെ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കുക, അല്ലാതെ എന്താ ചെയ്യാ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ. നിങ്ങളോട് കുറച്ചു നേരം സംസാരിച്ച് അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇനി നമ്മുടെ 1ാമത്തെ റംസാന്റെ ഇവിടത്തെ ആഘോഷങ്ങളും ഇക്കാക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കലും കുട്ടികളെ എല്ലാം പാടുള്ള ഒരു വീഡിയോ ഒക്കെ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ് ചെയ്തിട്ട് വീഡിയോ കാണുക.
പിന്നെന്താ, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക, മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, മുന്നോട്ട് പോകാനൊന്ന് ഹെൽപ്പ് ചെയ്യുക. അത്രയൊക്കെയാണ്. അൽഹംദുലില്ലാ, എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല, സന്തോഷത്തോടെ മുന്നോട്ട് പോണു. ഇങ്ങനെ തന്നെ ആവട്ടെ. എന്നും സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ, ഇടയ്ക്ക് പ്രശ്നങ്ങളും വരും. അപ്പൊ എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സന്തോഷിക്കാൻ വളരെ പേടിയാ. കുറച്ച് സന്തോഷം അങ്ങോട്ട് ആവുമ്പോഴേക്കും അടുത്ത നിമിഷം അത്താ വരും, ഓട്ടോ പിടിച്ചു വരും. എന്റെ ജീവിതത്തിൽ അങ്ങനെയാ. എന്താണ് വൈമുക പ്രാഗണ്? ആരിനെ പ്രാഗിട്ട് വരുന്നത്? വൈമു കളിക്കുന്നവിടെ ഓടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് വരുന്നത്. ആരിനെ പ്രാഗി? പിന്നെന്താ തന്നെ. ഇവിടെ തൊട്ട വീട്ടിലെ നായിന്റെ പേരാട്ടോ ലൂസി. അവന്റെ കൂടെ അവിടെ നിന്ന് ലൂസി പറന്നു വന്നു ഇത്ര. അപ്പൊ അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് വരികയാണ് ലൂസിനെ. ഓ കളിയാക്കണ നോക്കി, കള്ളക്കുട്ടവി കളിയാക്കണത്. അപ്പൊ എന്താ അത്രയൊക്കെയുള്ളൂ. അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ. നോമ്പറക്കാനൊക്കെ ഉണ്ടാക്കട്ടെ ഞങ്ങള് അല്ലേ? പറ്റിച്ചോ അങ്ങനെ പറയല്ല, ഒക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയും. എന്താണ് ഇക്കൊക്കെ വയ്യാട്ടോ, അല്ലെങ്കിൽ സംസാരിക്കാത്ത ആളാണ്. ഇന്നിപ്പോ പറയണോ? ഇന്നിപ്പോ തീരെ വൈകണോ? കഴിഞ്ഞിക്കണ്. എന്നാലും അൽഹംദുലില്ലാ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നോമ്പ് എടുക്കട്ടെ. ടാറ്റാ.